എന്തിനാ ടീച്ചറെ എന്നെ തൊഴുന്നത്? ഞാൻ ദൈവമൊന്നുമല്ല, എല്ലാം തികഞ്ഞൊരു മദ്യപാനിയാണ്. വാക്കുകളിലെ നോവ് പുറത്തേക്കായി ഒഴുകിയതും ആരവിൻ്റെ കണ്ണുകളും നനഞ്ഞു. മിഴിക്കോണിൽ അമ്മുവിനോടുള്ള സ്നേഹം തെളിഞ്ഞു കണ്ടു. ഒപ്പം പ്രാണന്റെ പ്രാണനായ ആരതിക്കുട്ടിയോടും. എനിക്കും ഉണ്ടായിരുന്നു ആരവ് ഒരു ഭർത്താവ്. അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് ഇഷ്ടമായിട്ടാണ് വിവാഹം കഴിച്ചത്. വിവാഹശേഷമുള്ള പ്രണയമായിരുന്നു എനിക്ക്. ഇപ്പോൾ അയാൾക്കെന്നെ വേണ്ട. അയാളെപ്പോലൊരാളെയും ആരവിനെയും കൂടി തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയവനാണ്. മരണശേഷവും ഭാര്യയെ പ്രണയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആ ആളെയാണ് ഞാൻ തൊഴുതത്. നന്ദിനിക്കുട്ടി എല്ലാം മറന്ന് ഒരു നിമിഷം വിങ്ങിപ്പൊട്ടി. അന്യനായ ഒരു പുരുഷന്റെ മുമ്പിലാണെന്ന് ഓർത്തതേയില്ല. മുന്നിൽ നിൽക്കുന്നത് ഭാര്യയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മാത്രം. ആരോ പ്ലീസ്, ഇനിയെങ്കിലും ഒന്ന് മദ്യപിക്കാതിരിക്കാവോ? മോളെ ഓർത്തെങ്കിലും എന്നെ ഓർത്തെങ്കിലും. നാവറിയാതെ ഒരു വിട്ടുപോയി. ആരവിൻ്റെ നെഞ്ചിൽ വന്നത് തറച്ചു. ഒരു നിമിഷം അവൻ വല്ലാതായി. ഞാൻ അറിയാതെ. വാക്കുകൾ കിട്ടാതെ നന്ദിനിക്കുട്ടി പിടഞ്ഞുപോയി. അവനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തല താഴ്ത്തി നിന്നു. അവന് പെട്ടെന്ന് മനസ്സിലായി ടീച്ചറുടെ സങ്കടം. അറിയാതെ നാവ് പിഴച്ചു പോയതാണ്. ടീച്ചർ പരിഭ്രമിക്കേണ്ട, എനിക്ക് മനസ്സിലാവും അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ആരോ ഒന്ന് ചിരിച്ചു. വർണ്ണങ്ങൾ എഴുതിയ മഴവിൽ ചാരുത പോലെ മനോഹരമായിരുന്നു ചിരിയെന്ന് അവക്ക് തോന്നി. ടീച്ചർ കരുതും പോലെ രാവിലെ കുടിച്ചിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചു. അതിൻ്റെയാ, വേറൊരു ലോക്കൽ ബ്രാൻഡായിരുന്നു. അതാ ഇത്രയും സ്മെല്ല്. ഉള്ളിലൊഴുകുന്ന 1000 നോവ് മറച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെയും പുറത്തേക്ക് ഒഴുകി. ദിവസവും സ്വപ്നത്തിൽ വന്ന് വിളിക്കുക ടീച്ചർ അമ്മു കൂടെ ചെല്ലാനായിട്ട്. പൊന്നുമോളുടെ മുഖം ഓർക്കുമ്പോൾ ഒന്നിനും കഴിയുന്നില്ല. എത്രയ്ക്ക് മറക്കാൻ ശ്രമിച്ചിട്ടും ആരവിന് കഴിഞ്ഞില്ല. ഉള്ളിലെ നീറ്റൽ കാരണം മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞുപോയി. നന്ദിനിക്കുട്ടി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഹൃദയഭാരം ഇറക്കി വെക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി കരയുന്നവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. നിറകണ്ണുകളോടെ അങ്ങനെ നിന്നുപോയി. അച്ഛേ, കരയാതച്ഛേ. ആരവിൻ്റെ കരച്ചിൽ കണ്ട് ആരതിക്കുട്ടിയും കരഞ്ഞു തുടങ്ങി. അച്ഛ കരയണത് മോക്ക് സഹിക്കില്ല, അച്ഛേ കരയാതെ. മോളുടെ കരച്ചിൽ ആരവിൻ്റെ സങ്കടം കൂട്ടിയപ്പോഴേക്കും നന്ദിനിക്കുട്ടി തളർന്നുപോയി. അവളുടെ മിഴികളും പെയ്തു തുടങ്ങിയിരുന്നു. ഭാര്യയെയും മകളെയും അഗാധമായി സ്നേഹിക്കുന്നൊരു മനുഷ്യൻ, ആ അച്ഛനെ സ്നേഹിക്കുന്നൊരു മോളും, എല്ലാം കൂടി നന്ദിനിക്കുട്ടിയെ ഉലച്ചു കളഞ്ഞു. ആരോ പ്ലീസ് കരയാതെ, മോളും കരയുന്നു. നന്ദിനി കഴിയും വിധത്തിൽ ആരവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞതും ആരോ മിഴികൾ തുടച്ചു. ഞാൻ ഇങ്ങനെയാ ടീച്ചറെ, സങ്കടം വരുമ്പോൾ കരയും, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും. ഞങ്ങൾ കാരണം ടീച്ചർക്കും സങ്കടമായല്ലേ? ആയില്ലെന്ന് പറഞ്ഞ കളവാവും. ശരിക്കും സങ്കടമായി. ഇത് വിട്ടേക്കൂ ടീച്ചറെ, ടീച്ചർ പൊക്കോളൂ, ക്ലാസ് തുടങ്ങാൻ സമയമായില്ലേ? ഞാൻ പോകാം, പക്ഷേ ആരവെനിക്ക് വാക്ക് തരണം, ഇനി കുടിക്കില്ലെന്ന്. പ്രതീക്ഷയോടെ അവൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. ഞാൻ ശ്രമിക്കാം ടീച്ചറെ. ശ്രമിക്കുകയല്ല, നിർത്തണം. തന്നെ മറികടന്നു പോകാനൊരുങ്ങി ആരവിൻ്റെ കയ്യിൽ അറിയാതെ പിടിച്ചു. അവൻ്റെ നോട്ടം കയ്യിലെത്തിയതും പൊടുന്നനെ പിടിവിട്ടു. സോറി, ഞാൻ അറിയാതെ. സാരല്ല ടീച്ചറെ, ഞാൻ പോകുക. യാത്ര പറഞ്ഞ് ആരവ് നടന്നു നീങ്ങുന്നത് വേദനയോടെ അവൾ നോക്കി നിന്നു. ഹൃദയത്തിലൊരു ഭാരം വന്നമർന്നതും അവളൊന്ന് പിടഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ കുറച്ച് താമസിച്ചാണ് നന്ദിനിക്കുട്ടി ഉണർന്നത്. രാത്രിയിൽ ഓരോന്നാലോചിച്ചും ഉറങ്ങാൻ വൈകിപ്പോയിരുന്നു. ചായ കുടിച്ചിട്ട് മുൻഭാഗത്തേക്ക് വന്നു. പതിവില്ലാതെ അങ്കിളിനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഗുഡ് മോർണിംഗ് അങ്കിൾ, തിരക്കൊക്കെ കഴിഞ്ഞോ? മുഖം നിറയെ പുഞ്ചിയോടെ ചോദിച്ചു. കുറച്ച് ദിവസമായി അങ്കിള് ബിസി ആയിരുന്നു. ആരതിക്കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അങ്കിളിനെ കാണാൻ ശ്രമിച്ചിരുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് നന്ദിനിക്കുട്ടി. അയാളുടെ മുഖത്ത് നന്ദിനോടുള്ള വാത്സല്യം പരന്നു. അവൾ വന്നതിന് ശേഷം തുളസിയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അങ്കിളെ, ആരവെന്ന് പറയുന്ന ഒരാളെ അറിയോ? 2ാം ക്ലാസ്സിലെ ആരതിയുടെ അച്ഛനെ. നന്ദിനിക്കുട്ടിയുടെ മുഖത്ത് ആരവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ത്വരയുണർന്നു.
പക്ഷെ അങ്കിളിന്റെ മുഖം മങ്ങിയതോടെ അവളിലെ പ്രതീക്ഷ അസ്തമിച്ചു. ആരവിനറിയാത്തവർ ഈ ഗ്രാമത്തിൽ വളരെ ചുരുക്കാണ് മോളെ. നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ മദ്യപിച്ച് നശിക്കൂ അവൻ. പാവം ഒരു പെൺകുട്ടിയുണ്ട്, അതാ ആരതി. അങ്കിളിന്റെ സ്വരത്തിലെ വേദന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും ആരവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. എന്താ അങ്കിൾ ആൾ അങ്ങനെ ആയത്? അവളുടെ താല്പര്യമേറി വന്നത് ആനന്ദൻ ശ്രദ്ധിക്കാതിരുന്നില്ല. നന്ദിനിക്കുട്ടിയുടെ കണ്ണുകളിൽ തിളങ്ങിയ തിളക്കവും സ്വരത്തിലെ വെമ്പലും എല്ലാം. ആരവ് പറഞ്ഞതിനപ്പുറം മറ്റൊന്നും കൂടുതൽ അറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവന്റെ ഭാര്യയെ ജീവനായിരുന്നു. പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഭാര്യയോടുള്ള ഇഷ്ടത്താലാണെന്ന് പറഞ്ഞ ഇപ്പോഴും കുടിച്ചു നശിക്കൂ അവൻ. ആരവ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സിലായതും ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ഒരു മൂളിപ്പാട്ടോടെ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി ഷവർ ഓൺ ചെയ്തു. കുളിർമഴയായി വെള്ളം അവളുടെ മേനിയെ നനച്ചൊഴുക്കി. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന് മാറിന് കുറുകി കെട്ടിയിരുന്ന ടർക്കി അഴിച്ചു കളഞ്ഞ് സാരി ഉടുത്തു. കണ്ണുകൾ വാലിട്ടെഴുതി നെറ്റിൽ പൊട്ടും തൊട്ട് സ്കൂളിലേക്ക് പോവാനായി ഇറങ്ങി. കഴിച്ചിട്ട് പോവും മോളെ. ഉമ അവൾക്ക് പിന്നാലെ ചെന്നു. ഇന്ന് ലേറ്റ് അമ്മയെ, കഴിക്കാൻ നിന്ന സമയം പോവും. നമ്മുടെ സ്കൂളല്ലേ, എപ്പോ വേണമെങ്കിലും ചെന്നാ മതി മോളെ. അച്ഛൻ നിർബന്ധിച്ചിട്ട് കൂടി വേണ്ടെന്നും പറഞ്ഞെങ്കിലും ഉമ ഒരു പൊതി അവളെ ഏൽപ്പിച്ചു. 3 ദോശയുണ്ട്, അവിടെ ചെന്നിട്ട് കഴിക്കാം. അമ്മ പിടിച്ചേൽപ്പിച്ചതോടെ വാങ്ങേണ്ടി വന്നു. പൊതിയും വാങ്ങി വേഗം ഇറങ്ങി നടന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എപ്പോ ചെന്നാലും മതി. പക്ഷേ തനിക്കതിന് കഴിയില്ല. ആദ്യമോളെ കാണണം. ഇന്നലെ അവളുടെ അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അതായിരുന്നു കൂടുതൽ ധൃതി. പോകുന്ന വഴിയിൽ ദുർഗാക്ഷേത്രത്തിൽ കയറി മനമുരുകി പ്രാർത്ഥിച്ചു. അമ്മേ ദേവി, ആദ്യമോളുടെ അച്ഛൻ ഇതിൽ കുടിച്ചു കാണരുതേ. ഇനിയും കുടിക്കാൻ ആരവിനെ തോന്നിപ്പിക്കരുതേ. മനസ്സിലൊരു തണുപ്പ് വന്ന് മൂടിയതോടെ നടത്തത്തിന് സ്പീഡ് കൂടി. സ്റ്റാഫ് റൂമിൽ കയറാതെ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു. ആരതിക്കുട്ടി വന്നിട്ടില്ല. പെട്ടെന്ന് മനസ്സിടിഞ്ഞു. സങ്കടത്തോടെ വെളിയിലേക്ക് ഇറങ്ങി റോട്ടിലേക്ക് നോക്കി നിന്നു. അകലെ അച്ചയുടെ കയ്യിൽ തൂങ്ങി ആരതി മോള് കുണുങ്ങി വരുന്നത് കണ്ടു. ഓടിച്ചെല്ലാൻ മനസ്സു കൊതിച്ചെങ്കിലും പിടിച്ചു നിന്നു. ടീച്ചറമ്മേ. ആരതി മോളുടെ കൊഞ്ചിലുള്ള വിളി കേട്ടതോടെ ഓടിച്ചെന്ന് മോളെ എടുത്ത് ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. ആരതിക്കുട്ടിയും നന്ദിനിക്കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചു. ടീച്ചറമ്മയ്ക്ക് ഇനി ചക്കര ഉമ്മ. ആരവ് കൗതുകത്തോടെ നോക്കി നിന്നു. കുഞ്ഞും ടീച്ചറുമായുള്ള സ്നേഹം അതവനെ ഒന്നമ്പരിപ്പിക്കാതിരുന്നില്ല. സാധാരണ ആരതി അത്ര പെട്ടെന്ന് മറ്റുള്ളവരുമായി അടുക്കാറില്ല. അച്ഛ ഇന്നലെ കുടിച്ചോ മോളെ? അതറിയാനായിരുന്നു തിടുക്കം. ചോദ്യം മോളോടായിരുന്നെങ്കിലും മിഴികൾ തറഞ്ഞു നിന്നത് ആരവിലായിരുന്നു. ഇന്നലെ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ വേണ്ടെന്നുള്ള കുഞ്ഞിന്റെ മുഖവും ടീച്ചറുടെ വാക്കോർത്തപ്പോ കഴിക്കാൻ തോന്നിയില്ല. നന്ദിനിക്കുട്ടിയുടെ മിഴികളൊന്ന് തിളങ്ങി. മുഖം നിറയെ പ്രകാശം പൊഴിച്ചു. ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു. ആരവ് അനുസരിക്കുമെന്ന് കരുതിയില്ല. മോൾക്ക് വേണ്ടിയെങ്കിലും കുടിക്കാതിരുന്നല്ലോ. തന്റെ റിക്വസ്റ്റ് സ്വീകരിച്ചല്ലോ. താങ്ക്സ് ആരവ്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാനല്ലേ ടീച്ചറെ നന്ദി പറയണ്ടേ? എനിവേ താങ്ക്സ്. നന്ദിയോടെ അയാളെന്ന് പറഞ്ഞതും അവളുടെ മനസ്സൊന്ന് തെളിഞ്ഞു. സ്നേഹത്തോടെ അയാളെ നോക്കി. ചിലപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൂടി വരാനുണ്ടാവും ആരവിന്. സ്നേഹത്തോടെ പറഞ്ഞ കേൾക്കുമായിരിക്കും.